എവിടേക്കെന്ന്? ഞാൻ വീട്ടിലുണ്ട്. എന്ത്? അതെ, ആയില്ല ഇതുവരെ. ഓ, എന്നിട്ട് ആവേണ്ട സമയമായോ? ആയേ, അതുകൊണ്ട് ഞാനേ ഓ, എനിക്കങ്ങ് സംശയം. എന്തിന്? നിങ്ങൾ വന്നിട്ട് പോയതിനു ശേഷം പിന്നെ പീരീഡ്സ് ആവാത്തോണ്ട് എനിക്കങ്ങ് എന്തോ ഒരു പേടി. ഞാനങ്ങനെ ഇവിടെ പഴയതിരുന്നത് ഒരെണ്ണം എടുത്ത് ചെക്ക് ചെയ്തായിരുന്നു. ഇട്ടാ അപ്പൊ അത് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് പോസിറ്റീവാ. അപ്പം പഴയതായതുകൊണ്ട് എനിക്കൊരു പേടി, ഇനി ചിലപ്പോൾ ഇനി അത് പന്നലായതുകൊണ്ടായിരിക്കാന്ന്. ഓ ഓ അതുകൊണ്ടാ ഇന്നലെ ഞാൻ പറയാൻ വിളിച്ചപ്പോൾ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഉടുപ്പ് തയ്ക്കാൻ കൊടുക്കണമായിരുന്നെന്ന്. ആ ആ അപ്പൊ പോയപ്പോൾ ഞാൻ ഒരെണ്ണം മേടിച്ച്, ഒരു കിറ്റ് മേടിച്ച്. അപ്പൊ നോക്കിയപ്പോൾ അത് പോസിറ്റീവാ. എന്റെ ഭർത്താവ് പണി പറ്റിയാണോ? ഭർത്താവൊന്നുമല്ല. നിങ്ങളൊന്നും അറിയാത്ത കണക്ക് സംസാരിക്കല്ലേ. അങ്ങേര് ഗൾഫിൽ പോയതിനു ശേഷം എനിക്ക് പീരീഡ്സ് ആയതാ. അവൻ പോയിട്ട് കഴിഞ്ഞ മാസം അതല്ലേ പോയത്? അതിന് ശേഷം എനിക്ക് പീരീഡ്സ് ആയി. ഇതിപ്പോൾ നിങ്ങൾ വന്നിട്ട് പോയതിനു ശേഷം എനിക്ക് ആവാണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇത് നോക്കിയത്. എന്നുവെച്ചാൽ കുറച്ച് ദിവസം കൊണ്ടങ്ങ് ക്ഷീണമുണ്ട്, ഭയങ്കരമായിട്ട് ക്ഷീണം, ഇല്ലാത്ത കണക്കത്തെ ക്ഷീണം എനിക്ക്. നീയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തോ വേണമെന്ന് ഞാൻ എന്തോ പറയുമെന്ന് ആലോചിക്കും. എടി, നിങ്ങൾക്ക് എന്തായാലും ഒരു ബേബി പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അവൻ ഇന്നാള് വന്നപ്പോൾ പറഞ്ഞതല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത്. ആണ്. അപ്പം ആ രീതിയിൽ അങ്ങ് എടുക്ക്. അപ്പൊ എന്തോ പറഞ്ഞു വരുന്നത്? ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് അങ്ങനെ പറയണോ? ഓ, നീ പ്രഗ്നന്റ്. അവനെ വിളിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞാ മതി. അല്ലെ, പ്രഗ്നന്റ് എനിക്കെന്തായാലും ആണെന്ന് പറ. എന്തായാലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം എനിക്ക് കുഞ്ഞിനെ കളയാനൊന്നും പറ്റത്തില്ല. ഇല്ല, അത് എല്ലാരും കളയൊന്നും വേണ്ട. നീ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു കൊച്ചു കാണുമെന്നല്ലേ പറഞ്ഞത്. അവൻ വന്നപ്പോഴും പറഞ്ഞില്ലേ? അപ്പൊ ആ രീതിയിൽ അങ്ങ് പോട്ട്. നമ്മൾ അല്ല രണ്ടുപേരും അറിഞ്ഞാൽ മതി. അല്ല, പ്രശ്നമാവോ? എന്തോ പ്രശ്നമാവാനാ? ഈ ലോകത്ത് നമ്മൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് നിന്റെ വിചാരം? എത്ര ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എങ്കിലും എനിക്ക് അപ്പം നമ്മൾ വിചാരിക്കും എല്ലാരും നല്ലതാണ് എന്നൊക്കെ വിചാരിക്കുന്നതാ. എത്ര എങ്കിലും ആൾക്കാർ അതെങ്ങനെ ഇങ്ങനെ എല്ലാരും നമുക്ക് ചെയ്യുന്നത്. പറ്റി? എനിക്ക് ശരി, എങ്ങനെ? അതിനിപ്പോ അത് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോഴേ അങ്ങ് സേഫ്റ്റി യൂസ് ചെയ്താൽ മതിയായിരുന്നല്ലേ? ആ സമയത്ത് പറ്റിയില്ല. ഇനിയിപ്പോ എന്താ, അത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അത് പോട്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. ഇങ്ങോട്ട് എന്തിനാ? വരുമോ? ഇന്ന് വരാൻ പറ്റുമോ ഇങ്ങോട്ട്? എനിക്ക് അല്ലാതെ ഫോണിൽ കൂടെ എത്രയെന്നും പറഞ്ഞ് ഇങ്ങനെ ഇത് സംസാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ പറയുന്നേ. നിങ്ങൾ എന്താ ഇങ്ങോട്ട്. ഇന്ന് രാത്രി നോക്കട്ടെ. ചേട്ടന്റെ അമ്മയൊക്കെ ഇല്ലയോ? ഇല്ല, അമ്മയൊക്കെ നാത്തൂൻ്റെ അങ്ങോട്ട് പോയേക്കുവാ. എന്നാ എന്തായാലും ഞാൻ വരാം. പിന്നെ നീ ഇത് പറ്റിയൊന്ന് ചിന്തിക്കേണ്ടതിനെ പറ്റിയൊന്നും നമുക്ക് അത് ആ രീതിയിൽ അങ്ങ് വിടാം. അതൊക്കെ ഓക്കെ. പിന്നെ ഇന്നും കൂടെ എങ്ങനെ നമുക്ക് സഹിക്കാം? മറ്റന്നാള് വീട് മാറുക, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? വാടകയ്ക്ക് വന്നത്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് വരുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇച്ചിരി സ്വസ്ഥതയുണ്ട്. അപ്പൊ വേറൊന്നും പേടിക്കണ്ട. പക്ഷെ ഞാനിപ്പോ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മയും കൂടെ വന്ന് കൂടെ നിക്കത്തില്ലേ? വീട് മാറുന്നത് ഇപ്പോഴേ മാറണോ? എനിക്കിപ്പോ ഒന്നും അറിയാൻ വയ്യ. ഇത് ഇങ്ങനെ കണ്ടപ്പം തൊട്ട് എനിക്കങ്ങ് ആകെ നീ ടെൻഷൻ. വേറൊന്നും ഇപ്പം നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇതിപ്പം അങ്ങനെയൊക്കെ ഞാൻ പറയാതിരിക്കാൻ. ചെയ്യുന്നതിന് മുന്നേ നിന്റെ ഭർത്താവ് ചെയ്തിട്ടല്ലേ പോയത്. പിന്നെന്തോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവൻ ചെയ്തപ്പോ ആയതാണെന്ന് പറഞ്ഞ പോരെ? വലുതായി കഴിയുമ്പോ വല്ല പ്രശ്നം. വലുതാവുമ്പോ എന്തോ പ്രശ്നമാവാനാ? ഇതൊക്കെ നോർമലി ഇതൊക്കെ ആ രീതിയിൽ അങ്ങ് പോകൂടെ. ഞാനെന്തായാലും രാത്രി അങ്ങോട്ട് വരാം എന്തായാലും. നീ അല്ലെങ്കിൽ വാടക വീട്, ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ വീടിന്റെ പണി തീരുന്നത് വരെ ഒരു വാടക വീട് എടുക്ക്. അവൻ പോകാൻ നേരത്തും അതല്ലേ പറഞ്ഞിട്ട് പോയത്, ഒരു വീടെടുത്ത് മാറാൻ. അതാ പറഞ്ഞത്. എന്നെ ഇന്ന് ഏട്ടൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, കണക്കൊരു വീട് അവിടെ ആയിട്ടുണ്ട്, നീ പോയി എഗ്രിമെൻ്റ് ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് 10,000 രൂപയും കൊടുക്കണം. അതൊക്കെ എനിക്ക് നാളെ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്നിനിപ്പം രാത്രിയിൽ എന്നെ വിളിക്കും. അന്നേരം ഞാൻ വീഡിയോ കോൾ ചെയ്ത് പ്രഗ്നൻസി കിറ്റ് കാണിക്കല്ലേ? കാണിക്കാം. അതേ ഉള്ളു വഴിയല്ല. നമ്മൾ ഇനിയിപ്പോൾ വേറൊന്നും പറ്റത്തില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കാം.